അപ്പോൾ ഇതാ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും കാറിലാണ് പോകാറുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ചു ഒരു തവണ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ട്രെയിനിൽ പോകാമെന്ന്. അങ്ങനെ കുറച്ച് തുണിമണികളൊക്കെ ഇതാ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ ട്രെയിൻ വരാനായിട്ടുണ്ട്. നമ്മൾ ബൈക്കിൽ വന്നു അരീക്കോട് നിന്നിട്ട്. ബൈക്ക് നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടുന്ന് നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പോണ ട്രെയിൻ അറിയില്ലേ, വന്ദേ ഭാരത് ട്രെയിനാണ്. ഞാൻ കുറേ ആയി കയറണം എന്ന് വിചാരിക്കുന്നത്, എനിക്ക് കയറാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. എന്തായാലും കയറണം. അപ്പോൾ ഇതാ നമ്മുടെ ട്രെയിൻ വരാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇതാ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ വരുന്നുണ്ട്. എക്സ്പ്രസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടെ എത്താനായപ്പോൾ മെല്ലെ മെല്ലെ വരുന്നുണ്ട് ആൾ. അപ്പോൾ അതാ അങ്ങനെ ഇതാ ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. അഹിമോൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. ഇതാ ട്രെയിൻ എത്തിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുക. അപ്പോൾ ഞാൻ കൈ പിടിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ വരുമ്പോൾ. അപ്പോൾ ഇതാ ഞങ്ങൾ കയറി, ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ആ ഒരു റഷ് കണ്ടപ്പോൾ വിചാരിച്ച സീറ്റൊന്നും കിട്ടൂല എന്ന്, പക്ഷേ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല സുഖത്തിൽ നമുക്ക് കണ്ണൂർ എത്താൻ പറ്റി. അപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കണ്ണൂർ എത്തി നമ്മളിപ്പോൾ സ്റ്റാൻഡിലേക്ക് കുറച്ചേ നടക്കാനുള്ളൂ. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോയ്ക്ക് ഇവിടെ ക്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ഓട്ടോ കയറിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ശരിക്കും സ്റ്റാൻഡിലേക്ക് നമുക്ക് 30 രൂപയെ മാക്സിമം വരുന്നുള്ളൂ. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു 50 രൂപ തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു റിട്ടേൺ അടിച്ച് വരും, അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. ആ ചേട്ടൻ മീറ്റർ വരെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ മീറ്റർ ഇടാത്തത്, ഇങ്ങനെ ഇപ്പം റൂളൊക്കെ ഉണ്ടല്ലോ മീറ്റർ ഇടണം എന്നുള്ള. ആ മീറ്റർ അത് നിയമം വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നോട്. അതെനിക്കിഷ്ടപ്പെട്ടില്ല ആ ചേട്ടൻ മീറ്റർ ഇടാത്തത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ബസ് കയറി. ബസ്സിലും സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഹിമോൻ പറയുന്നുണ്ട് കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലോ അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ വലിയ തിരക്കൊന്നും ഇല്ല തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി റൂമൊക്കെ എടുത്തു. റൂം ഒരു ചെറിയ റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഹൈടെക് റൂമൊന്നും വേണമെന്നില്ലല്ലോ ഒരു ഡേ സ്പെൻഡ് ചെയ്യാനല്ല. അങ്ങനെ ഞങ്ങളിതാ നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ തൊഴുതു. നമ്മളെ മുത്തപ്പൻ്റെ തിരുവപ്പന തുടങ്ങാനായിട്ടില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങളിതാ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ബോട്ടിലൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് മുത്തപ്പൻ്റെ തിരുവപ്പന തുടങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബോട്ടിൽ കുറേ ഞങ്ങൾ കയറിയ മേലെയായിരുന്നു കേട്ടോ. മേലെ ഒരു സെക്ഷൻ ഓഫ് ഫാമിലിയിലുണ്ടായിരുന്നു കേട്ടോ. അവർ പാട്ടൊക്കെ വെച്ചിട്ട് അവർ വൈബാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അഹിമോനും അവിടുത്തെ ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെ മുത്തപ്പൻ്റെ അതിൻ്റെ മുന്നിൽ നിന്ന് എടുക്കാൻ നല്ല രസമായിരുന്നു.